ശമ്പള വർധന ആവശ്യപ്പെട്ട് ജൂബിലി മിഷൻ അമല ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരത്തിന് പിന്നിൽ ആരോഗ്യരംഗം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കുത്തക ശക്തികളാണെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത ആശുപത്രി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരുടെ ആശ്രയമായ മിഷൻ ആശുപത്രികളെ തകർക്കാൻ സംഘടിത ശ്രമം നടക്കുന്നു. കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഹെൽത്ത് ഇൻഡസ്ട്രിയാക്കി മാറ്റാനാണ് ചില ശക്തികൾ ശ്രമിക്കുന്നത്. സഭയുടെ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്വാധീനം ഇല്ലാതാക്കി കുത്തകകളെ വളർത്താൻ നീക്കം നടക്കുന്നുണ്ടെന്ന് 2011 തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു. താരതമ്യേന കുറഞ്ഞ ശമ്പളം നൽകുന്ന ആശുപത്രികളിൽ സമരം അവസാനിച്ചിട്ടും ഉയർന്ന ശമ്പളം നൽകുന്ന ജൂബിലിയിലും അമലയിലും സമരം തുടരുന്നത് സംശയാസ്പദമാണ്. വർഗീയതയും മതവൽക്കരണവും കടത്തിവിട്ട് ലക്ഷ്യം നേടാനാണ് ഈ ഗൂഢശക്തികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാർ നിർദ്ദേശിച്ച ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ മാനേജ്മെന്റ് തയ്യാറാണെന്ന് പിതാവ് വ്യക്തമാക്കി. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. സമരം ചെയ്യുന്ന നഴ്സുമാർ തിരിച്ചു വന്നാൽ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ പറഞ്ഞു. ഭൂരിഭാഗം നഴ്സുമാരും ഇപ്പോഴും ജോലിയിൽ തുടരുന്നുണ്ടെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടവർക്ക് മടങ്ങിവരാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മുൻകൂട്ടി നോട്ടീസ് നൽകാതെ ജോലി ഉപേക്ഷിച്ചു പോയവരുമായി ചർച്ച നടത്താനാവില്ലെന്ന് ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ വ്യക്തമാക്കി. മറ്റ് ആശുപത്രികളിൽ നിന്നും നഴ്സുമാർ ജൂബിലിയിലേക്ക് ജോലി തേടി എത്തുന്നുണ്ടെന്നും സമരം അനാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മിഷൻ ആശുപത്രികളുടെ നിലനിൽപ്പിനായി സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് ആഹ്വാനം ചെയ്തു.